ഹായ് ഗൈസ്, നമ്മൾ വന്നേക്കുന്നത് ഒരു നോക്കിയയുടെ മോഡലായിട്ടാണ്. നോക്കിയ TA1423. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കയറാത്തതാണ്. ഈ ഫോണിൽ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് മുമ്പ് നോട്ട് ചാർജിങ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ടെമ്പറേച്ചർ ടു ലോ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് ആയാലും ബാറ്ററി എറർ ആയാലും നോട്ട് ചാർജിങ് ആയാലും സെയിം സൊല്യൂഷൻ തന്നെയാണ് വരിക. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് ഈ കംപ്ലൈൻറ്റ് എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിലുള്ള ഒറിജിനൽ ബാറ്ററി കംപ്ലൈൻ്റ് ആകുമ്പോൾ അത് മാറ്റിയിട്ട് വേറൊരു ബാറ്ററി ഇടും, അതായത് വേറെ കമ്പനി മറ്റും. അപ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് ശരിക്കും കാണിക്കാറ്. ചിലവരതിന് നമ്മുടെ ഫോൺ ബാറ്ററി കണക്ടറിൻ്റെ BSI പിന്നും നെഗറ്റീവ് പിന്നും കൂടി ഷോർട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. പക്ഷേ രക്ഷയില്ല, കംപ്ലൈൻറ്റ് മാറില്ല. സംഭവം സൊല്യൂഷൻ സിമ്പിളാണ്. ഞാൻ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ കുറേ ഹിന്ദിയിലുള്ള വീഡിയോസാണ് കണ്ടത്, മലയാളത്തിലൊന്നും കണ്ടില്ല. അപ്പോൾ അതാണ് ഒന്ന് മലയാളത്തിൽ ചെയ്യാമെന്ന് വെച്ചത്. നമുക്കിനി ഫോണൊന്ന് വെച്ച് നോക്കാം. ഫോണൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഡെഡായിട്ടുള്ള വേറെ വല്ല ബോർഡ് ഉണ്ടാവും, അതെടുക്കുക. അതിലൊരെണ്ണം എടുത്തിട്ട് അതിൽ നമുക്ക് ഒരു 10Kയുടെ റെസിസ്റ്റർ കണ്ടുപിടിക്കണം. അതിനായിട്ട് മൾട്ടിമീറ്ററിൽ നമ്മൾ 20K സെലക്ട് ചെയ്യുക. 20K അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പഴയ ബോർഡിൽ നിന്ന് ഒരു 10Kയുടെ റെസിസ്റ്റർ കണ്ടുപിടിക്കുക. 10K എന്നുള്ളത് നമ്മുടെ കയ്യിൽ മൾട്ടിമീറ്റർ വെച്ച് നോക്കുമ്പോൾ 9.89 9.99 ഒക്കെ കാണിക്കും. അതായാലും കുഴപ്പമില്ല. അപ്പോൾ ആ റെസിസ്റ്റർ നമ്മൾ ബോഡിയിൽ നിന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് നേരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമുക്ക് ആ റെസിസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ കമ്പോണൻറ്റ്. ഇനി നമുക്കത് ബോഡിയിൽ നിന്ന് ഇളക്കിയെടുക്കണം. ഫൈനലി അവിടെ നമ്മൾ ബോഡിയിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേണേൽ മറ്റേ ബോർഡിലേക്ക് പ്ലേസ് ചെയ്യണം. സംഭവം കുറച്ച് ടഫാണ്, കുറച്ച് നേരം ഇരിക്കേണ്ടി വരും. നോക്കി നോക്കാം. ഇനി നമുക്ക് റിപ്പയർ ചെയ്യേണ്ട ബോർഡ് എടുക്കുക. അതിനകത്തേക്ക് ബാറ്ററി കണക്ടറിൻ്റെ BSI ലൈനും നെഗറ്റീവ് ലൈനും ഇതിലേക്കാണ് നമുക്ക് ആ റെസിസ്റ്ററിനെ കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ വയ്ക്കുമ്പോൾ പ്ലസും മൈനസും നോക്കേണ്ട ആവശ്യമില്ല. റെസിസ്റ്റർ എങ്ങനെ തിരിഞ്ഞിരുന്നാലും ചാർജ് കയറിക്കോളും. ആദ്യം ഒരു തല നമ്മൾ BSI പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഒരു ജമ്പർ വയർ എടുത്തിട്ട് അതിൻ്റെ മറ്റൊരു തലയ്ക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവിലേക്ക് കൊടുക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളത് ചാർജിനിട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, പ്രോപ്പറാണ്. ഇനിയിപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. മുമ്പ് നമ്മൾ ചാർജിങ്ങിനിട്ട് കഴിഞ്ഞപ്പോൾ 0.3 ആയിരുന്നു ആംപിയർ കാണിക്കേണ്ടായിരുന്നത്. നമ്മളിപ്പോൾ അത് ചാർജിങ്ങിനിട്ട് നോക്കുമ്പോൾ 0.6 0.7 ആംപിയർ കാണിക്കുന്നുണ്ട്. അതൊക്കെ നോർമലാണ്, നോർമൽ ഇൻഡിക്കേഷനാണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ തന്നെ ബിഗിനറായിട്ട് കുറച്ച് പേരുണ്ടാവും മൊബൈൽ ഫീൽഡിൽ. അപ്പോൾ അവരും കൂടി ഒന്ന് അറിഞ്ഞിട്ട് കിട്ടുമെന്ന് വെച്ചിട്ടാണ്. സംഭവം സിമ്പിളാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും കസ്റ്റമർ ബാറ്ററി എറർ എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ നോക്കിയയ്ക്ക് മാത്രമല്ല, ബാക്കിയെല്ലാം ഒരുവിധം ഫോണിനും സെയിം കംപ്ലൈൻറ്റ് വരണതിനൊക്കെ ഇത് തന്നെയാണ് സൊല്യൂഷൻ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വല്ല കണ്ടൻറ്റായിട്ട് വരാം.